ഹായ് ഗൈസ്, മഴത്തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ മദ്യപിച്ചു വരുമ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇങ്ങനെ മദ്യപിച്ചത്? അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മോളെ കവിളിൽ തട്ടി ആശ്വസിപ്പിച്ച് റൂമിലേക്ക് കയറുമ്പോൾ വൈജ നിൽപ്പുണ്ടായിരുന്നു. വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അഹങ്കാരം കൊണ്ട് മദ്യപിച്ചു വന്നതല്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അഹങ്കാരം കാണിച്ചത് ഞാനല്ല, നീയല്ലേ അഹങ്കരിച്ച് രാത്രി വണ്ടിയെടുത്ത് ആക്സിഡന്റായി തവളയെ പോലെ ഹോസ്പിറ്റലിൽ മലർന്നു കിടന്നത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നത്, ഇനി ഈ അഹങ്കാരം കാണിച്ചാൽ വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് കിടക്കും, അത്ര തന്നെ എന്ന്. ഇനി എനിക്കൊരു യാത്രയില്ല, പോവാണെങ്കിൽ നേരെ ഒരു പോക്കായിരിക്കും, അല്ലാതെ എവിടേക്കും ഞാൻ പോണില്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്കും വിഷമമാകുന്നു. പിന്നീട് സ്റ്റാൻലി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, അപ്പച്ചൻ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. എനിക്കും ഇന്ന് ഉപവാസമാണ്, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു അപ്പച്ചൻ. സ്റ്റാൻലിക്ക് മനസ്സിലായി അലീനയും ഒത്തുകളിച്ച് തന്നെ ഒതുക്കാനാണ് എന്ന്. എന്നാ അപ്പച്ചൻ ഇന്നു തന്നെ സ്ഥലം വിട്ടോ, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു. വല്യപ്പൻ ചാടി എണീറ്റ്, എടാ എന്നാ നീ വലുതായത്, എൻ്റെ മടിയിലിരുന്ന് അപ്പിയും മൂത്രവും ഒക്കെ ഇട്ട് വളർന്നവനല്ലേ, എന്നോട് ഇവിടെ നിന്നും പോകാൻ പറയാറായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പച്ചൻ. ഇത് കേട്ട് ആന്റപ്പനും പൗലോസും ശബ്ദമില്ലാതെ വായ മൂടി പിടിച്ച് ചിരിക്കുന്നുണ്ട്. നീ ഇനി എന്തു തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ചിന്നമ്മയുടെ സൈഡാണ്, ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് നിനക്കെതിരെ സമരം ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പച്ചൻ. ഏതായാലും സ്റ്റാൻലി കുടുങ്ങിപ്പോയ മട്ടാണ്. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.